ആന്ധ്രാപ്രദേശിൽ ജനസംഖ്യാ നിരക്ക് കുറയുന്നത് തടയാൻ വിപ്ലവകരമായ മാറ്റങ്ങളുമായി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു. ജനസംഖ്യാ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി കൂടുതൽ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സർക്കാർ പരിഗണിക്കുന്നത്. സംസ്ഥാനത്തെ ഫെർട്ടിലിറ്റി നിരക്ക് ഗണ്യമായി കുറയുന്നത് ഭാവിയിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് നായിഡു നിയമസഭയിൽ മുന്നറിയിപ്പ് നൽകി. ഇത് പരിഹരിക്കാൻ രണ്ടാമത്തെ കുട്ടി മുതൽ മാതാപിതാക്കൾക്ക് പ്രത്യേക പ്രോത്സാഹന തുക നൽകാനാണ് തീരുമാനം. പദ്ധതി പ്രകാരം രണ്ടാമത്തെ കുട്ടിയോ അതിൽ കൂടുതലോ ഉണ്ടാകുന്ന മാതാപിതാക്കൾക്ക് പ്രസവ സമയത്ത് തന്നെ 25,000 രൂപ ധനസഹായമായി നൽകും. ഈ സാമ്പത്തിക ആനുകൂല്യം ജനസംഖ്യാ വർധനവിന് പ്രചോദനമാകുമെന്ന് മുഖ്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. നിലവിൽ ആന്ധ്രാപ്രദേശിന്റെ ഫെർട്ടിലിറ്റി നിരക്ക് 1.5 ആണ്. ഇത് ദേശീയ ശരാശരിയേക്കാൾ താഴെയാണെന്നത് സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നു. ഈ നിരക്ക് 2.1 എന്ന സുരക്ഷിതമായ നിലയിലേക്ക് ഉയർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. യുവാക്കളുടെ എണ്ണം കുറയുകയും പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുമെന്ന് നായിഡു ചൂണ്ടിക്കാട്ടി. അധ്വാനിക്കുന്ന വിഭാഗത്തിന്റെ കുറവ് വികസന പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കും. ലോകത്തിലെ പല വികസിത രാജ്യങ്ങളും നേരിടുന്ന സമാനമായ പ്രതിസന്ധികൾ ഉദാഹരണമായി കാട്ടിയാണ് അദ്ദേഹം സഭയെ അഭിസംബോധന ചെയ്തത്. ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ജനസംഖ്യാ കുറവ് മൂലം കടുത്ത വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നൂതനമായ രീതിയിലൂടെ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പഴയകാലത്തെ ജനസംഖ്യാ നിയന്ത്രണ നയങ്ങളിൽ നിന്ന് മാറി ജനസംഖ്യാ വർധനവിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഇപ്പോൾ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ നൽകുന്ന 25,000 രൂപ വലിയൊരു മാറ്റത്തിന് തുടക്കമിടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇത് വെറുമൊരു പ്രഖ്യാപനമല്ലെന്നും കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാരിന് ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ മാതാപിതാക്കളെ സഹായിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ 2 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു. എന്നാൽ ഈ നിയമം അടുത്തിടെ ചന്ദ്രബാബു നായിഡു സർക്കാർ റദ്ദാക്കിയിരുന്നു. ജനസംഖ്യ വർധനവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ആദ്യ പടിയായിരുന്നു നിയമപരമായ ആ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തത്. കൂടുതൽ കുട്ടികളുള്ളവർക്ക് മുൻഗണന നൽകുന്ന രീതിയിലേക്കാണ് സർക്കാർ ഇപ്പോൾ മാറുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗ്രാമീണ മേഖലകളിൽ ജനന നിരക്ക് കുറയുന്നത് കാർഷിക വൃത്തിയെയും ബാധിക്കുന്നുണ്ട്. ഭാവിയിൽ കൃഷിപ്പണികൾക്കും വ്യവസായശാലകൾക്കും മനുഷ്യ വിഭവശേഷി ലഭ്യമല്ലാത്ത അവസ്ഥ ഒഴിവാക്കാനാണ് ഈ മുൻകരുതൽ. ഈ നയം നടപ്പിലാക്കുന്നതിലൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കുറഞ്ഞ ജനന നിരക്കിന് ഒരു മാറ്റം ഉണ്ടാകാൻ കഴിയുമെന്ന് നായിഡു വിശ്വസിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിഭവങ്ങൾ കൃത്യമായി വിനിയോഗിക്കാൻ ആവശ്യമായ ജനസംഖ്യ അനിവാര്യമാണ്. നിയമസഭയിൽ ഈ പ്രഖ്യാപനം വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും വിഷയത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക പ്രോത്സാഹനം എങ്ങനെ വിതരണം ചെയ്യണമെന്നതിനെ കുറിച്ച് വിശദമായ മാർഗരേഖ സർക്കാർ ഉടൻ പുറത്തിറക്കും. ഇതിനായി പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയോഗിക്കാനും ആലോചനയുണ്ട്. 5 വർഷത്തിനുള്ളിൽ ഫെർട്ടിലിറ്റി നിരക്കിൽ പ്രകടമായ മാറ്റം വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി ആരോഗ്യ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണം ഉറപ്പാക്കും. മാതൃശിശു ആരോഗ്യ സംരക്ഷണ പദ്ധതികളുമായി സാമ്പത്തിക സഹായത്തെ ബന്ധിപ്പിക്കും. കൃത്യമായ ഇടവേളകളിൽ കുട്ടികൾ ഉണ്ടാകുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കൗൺസിലിംഗും സർക്കാർ നൽകും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഇത്തരമൊരു നയം ആദ്യമായാണ് ഒരു സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. നായിഡുവിന്റെ ഈ നീക്കം സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. ജനസംഖ്യാ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നത് വികസനത്തിന്റെ തന്നെ ഭാഗമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഈ പുതിയ നയം ആന്ധ്രാപ്രദേശിന്റെ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. നായിഡുവിന്റെ ഈ ബേബി ബോണസ് പദ്ധതി വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും.